നമ്മളിൽ പലരും സംരംഭകരായിരിക്കും, അതല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താവും? നമ്മൾ സ്വാഭാവികമായിട്ടും വിജയിച്ച സംരംഭകരെ കുറിച്ച് പഠിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് റെഫറൻസായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിളിനെ പരാമർശിക്കുന്ന ഡേവിഡ് വൈസിൻ്റെ ദ ഗൂഗിൾ സ്റ്റോറി നമുക്ക് പരിചയപ്പെടാം. 1995 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന കുട്ടികൾക്ക് വേണ്ടി ഓറിയന്റേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് സെർജി ബ്രിൻ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിലും മാത്തമാറ്റിക്സിലും വന്ന് ക്യാമ്പസിൽ അടിപൊളിയായ സെർജി ബ്രിൻ ആണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹാളിൽ ഈ വിഷയവുമായി താല്പര്യമുള്ള കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ലാരി പേജ് എന്ന് പറയുന്ന സെർജി ബ്രിനെ പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലും മാത്തമാറ്റിക്സിലൊക്കെ താല്പര്യവും വളരെ അവഗാഹവുമുള്ള വ്യക്തിയും ഈ സദസ്സിലുണ്ട്. ഇദ്ദേഹം ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, സെർജി ബ്രിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ലാരി പേജ് കുറേ സംശയങ്ങൾ വരുന്നുണ്ട്, ചില പോയിന്റുകളൊക്കെ ഇദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ സെർജി ബ്രിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ലാരി പേജ് തീരുമാനിക്കുന്നു. ക്ലാസ് അവസാനിക്കുന്നു, ലാരി പേജ് സെർജി ബ്രിനെ മീറ്റ് ചെയ്യുന്നു, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. ഈ സൗഹൃദത്തിലൂടെയാണ് പിന്നീട് നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇവരത് തുടങ്ങുന്നത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു വെബ് സെർച്ച് എഞ്ചിൻ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഇവരുടെ ആദ്യത്തെ ആഗ്രഹം. സൂസൻ വാജ്കോക്കിക്ക് യൂട്യൂബിൻ്റെ CEO ആയ സൂസൻ വാജ്കോക്കിക്ക് മിലാനോ പാർക്കിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഷെഡിൽ വെച്ചിട്ടാണ് ഇവർ ഈ വെബ് സെർച്ച് എഞ്ചിൻ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ബാക്ക്റബ് അൽഗുരിതത്തിലുള്ള ഒരു ചെറിയ ഇനീഷ്യൽ സ്റ്റേജിലുള്ള മെഷീൻ ഇവർ രൂപപ്പെടുത്തിയെടുക്കുന്നു. പിന്നെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒരു വലിയ പേപ്പർ തന്നെ ഇവർ ഡിസൈൻ ചെയ്യുന്നു. ദ അനാട്ടമി ഓഫ് ലാർജ് സ്കെയിൽ ഹൈപ്പർ ടെക്സ്ച്വൽ വെബ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പേപ്പർ ഡിസൈൻ ചെയ്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ പേപ്പറിലൂടെയാണ് ഗൂഗിൾ എന്ന് പറയുന്ന വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗൂഗിൾ എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് ടേം മിസ്പെല് ചെയ്തിട്ട് പറയുന്നതാണ് ഗൂഗിൾ. 10 raised to the power of 100, 10നെ 10 കൊണ്ട് 100 തവണ ഗുണിക്കുക എന്നാണ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ. അത് മിസ്പെൽ ചെയ്തിട്ടാണ് ഗൂഗിൾ പറയുന്നത്. അതിൽ ആദ്യത്തെ അഡ്വൈസ് ആയിട്ട് എനിക്ക് തോന്നിയത് ലാരി പേജിന്റെ ഒരു കോട്ടാണ്. ഇഫ് വി വർ മോട്ടിവേറ്റഡ് ബൈ മണി we would have sold the company a long time ago and ended up on a beach. ഇന്ന് വലിയ ആഘോഷങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് പല സംരംഭങ്ങളും കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇത് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് ലാരി പേജിൻ്റെ ഒരു കോട്ട് എനിക്ക് കിട്ടിയ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളൊക്കെ പണം ലക്ഷ്യം വെച്ച് സംരംഭങ്ങൾ തുടങ്ങുന്നതാണ്. ഗൂഗിൾ ഈസ് ഫോർ ലീഡ് നോട്ട് ടു ഫോളോ എന്ന് പറഞ്ഞ് 1975 മൈക്രോസോഫ്റ്റ് ഇറങ്ങി എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്ന സമയത്താണ് ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലും മാത്തമാറ്റിക്സിലുള്ള തങ്ങളുടെ പാഷൻ കൊണ്ട് ലാരി പേജും സെർജി ബ്രിനും ഗൂഗിളിനെ അവതരിപ്പിക്കുന്നത്. ആദ്യം ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ ഗോൾ വെൽ ഡിഫൈൻഡ് ആവണം. പണം ഒരു സെക്കൻഡറി എയിം മാത്രമായിട്ട് മാറിയിട്ട് നമ്മുടെ പാഷൻ, നമ്മുടെ ടാലൻറ്റ് അതിനെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിൽ നമുക്കൊരു സംരംഭത്തെ സമീപിക്കാൻ കഴിയണം. അതാണ് ആദ്യം ലാരി പേജ് നമുക്ക് തരുന്ന ഒരു അഡ്വൈസ്. രണ്ടാമത്തെ ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് തോന്നിയത് സെർജി ബ്രിനിൻ്റെ ഒരു കോട്ടാണ്. ടു മെനി റൂൾസ്, റെഗുലേഷൻസ്, കണ്ടീഷൻസ് വിൽ സ്റ്റിഫിൾ ഇന്നോവേഷൻ എന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് വേണ്ടി വരിക ഒരു മൈക്കും ഒരു ക്യാമറയായിരിക്കും. പക്ഷേ മൈക്കും ക്യാമറയും കിട്ടിയാൽ പെട്ടെന്നൊരു ഗ്രീൻ സ്ക്രീനെ കുറിച്ച് ആലോചിക്കും. ഗ്രീൻ സ്ക്രീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോർട്ടബിൾ സ്റ്റുഡിയോനെ കുറിച്ച് ആലോചിക്കും. ഇങ്ങനെ ഓരോ സൗകര്യങ്ങളെക്കുറിച്ചും റൂളുകളെക്കുറിച്ചും കണ്ടീഷൻസിനെ കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ആ സംരംഭത്തിനെ പിന്നോട്ട് സഞ്ചരിക്കാൻ കാരണമാക്കുന്നതാണ്. ആ സംരംഭം പിന്നെ വിജയിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ എല്ലാ നോട്ടവും ആ സൗകര്യങ്ങളിലേക്കായിരിക്കും. ടു മെനി റൂൾസ്, റെഗുലേഷൻസ്, കണ്ടീഷൻ വിൽ സ്റ്റിഫിൾ ഇന്നോവേഷൻസ്. നമ്മുടെ പുരോഗതിയെ തകർത്ത് കളയുന്നതായിരിക്കും അതെന്ന് സെർജി ബ്രിന് നമുക്ക് പറഞ്ഞു തരികയാണ്. മൂന്നാമത്തെ ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് തോന്നിയത് സോൾവിങ് ബിഗ് പ്രോബ്ലംസ് ഈസ് ബെറ്റർ ദാൻ സോൾവിങ് സ്മോൾ പ്രോബ്ലംസ് എന്നതാണ്. നമ്മളെപ്പോഴും വലിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം ചെറിയ ചെറിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ നീങ്ങുന്നത് എങ്കിൽ നമ്മുടെ ലോകം ചെറുതായിരിക്കും. നമ്മുടെ ടാലൻറ്റ് നമ്മൾ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ, നമ്മൾ അതിന് ഉൾക്കൊള്ളുകയുള്ളൂ, ഉപയോഗപ്പെടുത്തുകയുള്ളൂ. എന്നാൽ വലിയൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ
എത്ര എഫേർട്ട് എടുത്തും ഈ പ്രോബ്ലം പരിഹരിക്കേണ്ടത്, സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ സോൾവിങ് ബിഗ് പ്രോബ്ലം, വലിയ ചാലഞ്ചുകളെ, വലിയ പ്രശ്നങ്ങൾ എടുത്തിട്ട് അതിനെങ്ങനെ പരിഹരിക്കുക എന്ന് നോക്കുന്നതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ടാലൻറ്റിന്, നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും ഈസിയായ കാര്യം, ഏറ്റവും നല്ല കാര്യമെന്ന് സെർജി ബ്രിൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ദ ഗൂഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും പുതിയ സംരംഭം തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. സെർജി ബ്രിൻ്റെയും ലാരി പേജിൻ്റെയും പ്രയാണം നമുക്ക് കാണാം, അവരുടെ അഡ്വൈസുകൾ നമുക്ക് സ്വീകരിക്കാം, എന്നിട്ട് നമ്മളിൽ ചില കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമുക്കൊരു സംരംഭത്തെ സമീപിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ദ ഗൂഗിൾ സ്റ്റോറി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രശോഭിച്ച് നിൽക്കുകയാണ് ഗൂഗിൾ. കാരണം 8.5 ബില്യൺ സെർച്ചുകളാണ് ഒരു ദിവസം ഗൂഗിളിൽ നടക്കുന്നത്. 1 ബില്യൺ ആളുകളാണ് ഒരു മന്തിൽ ഗൂഗിൾ, ഒരു മാസം 1 ബില്യൺ ആളുകളാണ് ഗൂഗിളിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 15 പ്രോഡക്റ്റുകൾ ഗൂഗിൾ അവതരിപ്പിച്ചു. നിത്യവും നമ്മൾ അതിൽ 8-9 പ്രോഡക്റ്റുകൾ നമ്മൾ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ലാരി പേജും സെർജി ബ്രിന്നിനും ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നു. ഇൻട്രാക്ഷനിൽ അവരോട് ചോദിക്കുന്നു ഗൂഗിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ കൊടുക്കുന്ന മറുപടി, ആളുകൾ ചില പ്രോഡക്റ്റുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ, പേസ്റ്റ്, ബ്രഷൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഡെയിലി യൂസിലേക്ക് വരുന്ന ഒരു പ്രോഡക്റ്റിനെ അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് സെർജി ബ്രിന്നും ലാരി പേജും പറയുന്നുണ്ട്. ഇന്ന് ഗൂഗിൾ ഇല്ലാത്തൊരു ദിവസം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? തീർച്ചയായും പറ്റില്ല എന്നതാണ് നമുക്കതിന് മറുപടി ഉണ്ടാവുക. അതുകൊണ്ട് ദ ഗൂഗിൾ സ്റ്റോറി നിങ്ങൾക്കൊരു വലിയ റെഫറൻസ് ആയിരിക്കും. മറ്റൊരു പുസ്തകവുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.